ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ചങ്ങമ്പുഴയുടെ ഒരു കവിതയുടെ ശകലങ്ങൾ എവിടെ നോക്കിയാലും കേരളത്തിൻ്റെ ആ ഭംഗിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് അവിടെ ചെറിയൊരു വേരിയേഷൻ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം AI മാത്രം. റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ AI ക്യാമറ ഉണ്ട്, സൂക്ഷിക്കണം, ബെൽറ്റ് ഇട്ടോ എന്ന് പറയും. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിച്ച് കഴിഞ്ഞാൽ അവസാനം അത് ഡിനൈ ചെയ്യും, അതൊക്കെ AI ആണ്, ഞാൻ പറഞ്ഞതല്ലെന്ന് പറയും. ഇങ്ങനെ AI മയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഏകദേശം 25 വർഷം മുമ്പ് ഞങ്ങൾ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ അവസാനത്തെ സെമസ്റ്ററിലെ ഒരു പേപ്പർ മാത്രമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AI. പക്ഷേ ഇന്ന് എല്ലാം AI ആണ്. സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുമ്പോൾ AI-ൻ്റെ ജോബ് സാധ്യതകളെക്കുറിച്ച് AI കോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. അതിലപ്പുറത്ത് ഇന്ന് ഈ കാലഘട്ടത്തിൽ AI സ്കിൽ, ഓഫ് കോഴ്സ് AI നോളേജ് ഹോം മേക്കർ മുതൽ അന്താരാഷ്ട്ര മേഖലകളിൽ പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുതൽ എല്ലാ മേഖലകളിലും ദ പീപ്പിൾ അക്രോസ് വാക്ക് ഓഫ് ലൈഫ് AI ഈസ് വെരി മച്ച് റെലവൻറ്റ്, വി അഗ്രി. പക്ഷെ അതിലപ്പുറത്തേക്ക് എന്താണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വിദ്യാർത്ഥി സമൂഹത്തിന്, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്കിൽ സെറ്റ്, അല്ലെങ്കിൽ സ്കിൽ സെറ്റിലുപരി ഞാൻ ചില ഗുണങ്ങൾ നമ്മളുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ടത് എന്താണ് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അതിന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു വ്യക്തി തന്നെ നമ്മുടെ കൂടെ ഇന്നുണ്ട്, മിസ്റ്റർ അരവിന്ദ് വാര്യർ. അദ്ദേഹം പ്രശസ്തമായ വോൾവോ കമ്പനിയിലെ HR ലീഡായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനു മുമ്പായി അദ്ദേഹം മികച്ച പല കമ്പനികളിലും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ലൈക്ക് ഇൻഫോസിസ്, UST, നോവോ മുതലായ മൾട്ടിനാഷണൽ കമ്പനിയിൽ ലീഡിംഗ് ടാലൻ്റ് അക്വിസിഷൻ റോൾ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളുടെ സ്റ്റുഡൻസിന് ഇത്തരം വിഷയങ്ങളിൽ, ഈ വിഷയത്തിൽ വേണ്ട ഒരു പ്രത്യേക ധാരണ കൊടുക്കാൻ എനിക്ക് തോന്നുന്നു യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തുമായിട്ട് കുറച്ച് സമയം സംവദിക്കാം. ശരിക്കും ഹംബിൾഡ് ആൻഡ് ഓണേർഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് സെഷൻ. താങ്ക് യു സർ. താങ്ക് യു സർ. ഇന്ന് ക്യാമ്പസിൽ ഞങ്ങൾക്ക് ഒരേ സമയം അഭിമാനിക്കാനും ഉത്കണ്ഠപ്പെടാനുള്ള ചില കാര്യങ്ങളുണ്ട്. അഭിമാനിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് തന്നെയാണ്. അവരുടെ ടെക്നിക്കൽ സ്കില്ല്, അവരുടെ വിഷൻ, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെ ഒരു അനാലിസിസ് നമ്മളുടെയൊക്കെ തലമുറ ക്യാമ്പസിൽ വളർന്നതിനേക്കാൾ ഉപരി അവർ ജീവിക്കാൻ അറിയുന്നവർ എന്നുള്ള കാര്യത്തിൽ ഞാൻ അവർക്കാണ് കൂടുതൽ മാർക്ക് കൊടുക്കുന്നത്. എന്നാലും ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ചില പ്രത്യേക ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അത്തരം ആട്രിബ്യൂട്ട്സിൽ ഇന്ന് സാർ ഒരേ സമയം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളും അതോടൊപ്പം ഇൻഡസ്ട്രിയിലെ ടാലൻ്റ് അക്വിസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലക്കും അതോടൊപ്പം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഡ്വൈസറി ബോർഡിൽ സാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ രണ്ട് അനുഭവങ്ങളിൽ നിന്നും സാറിന് കൊടുക്കാവുന്ന ഒരു വാല്യുബിൾ അഡ്വൈസ് എന്താണ്? ഈ AI, ഞാൻ ഒരു ഇൻട്രോയിൽ പറഞ്ഞ രീതിയിൽ ഈ AI എന്നുള്ള AI മയത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? സർവം മായ എന്ന് പറഞ്ഞൊരു പുതിയ മൂവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവം AI എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അപ്പോൾ സർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് AI ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാം സിസ്റ്റംസ് അല്ല. ദർ ഇസ് സംതിങ് കോൾഡ് ഹ്യൂമൻ ഇൻ ലൂപ്പ്. ഈ സിസ്റ്റംസിൻ്റെ ഏജ് ആണെങ്കിലും ഐ എം ഷുവർ എഞ്ചിനീയറിംഗിൽ എല്ലാ സ്റ്റുഡൻസും പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം തിങ്കിങ് ഉണ്ട്, ഡിസൈൻ തിങ്കിങ്. ഇതെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു വരുന്ന ടോപ്പിക്സാണ്. പക്ഷേ എല്ലാത്തിലും ബേസ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ ഹ്യൂമൻ ആൾക്കാർ, നമ്മൾ മനുഷ്യർ എപ്പോഴും ഈ സിസ്റ്റംസിനെ മാനേജ് ചെയ്യും. സോ നോക്കുകയാണെങ്കിൽ യുവർ പീപ്പിൾ, പ്രോസസ്സസ്, സിസ്റ്റം, സ്ട്രക്ചർ, ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിലും ആസ് പാർട്ട് ഓഫ് യുവർ എഞ്ചിനീയറിംഗ് എനി കൈൻഡ് ഓഫ് കോഴ്സസ്, ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഈസ് ഓൾവേസ് ദെയർ. നമുക്ക് അത് മറന്നിട്ട് ഒന്നുമില്ല. ഈ ഹ്യൂമൻ എന്ന് പറഞ്ഞ ആളുള്ളതുകൊണ്ടാണ് നമുക്ക് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, പല പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ആരെങ്കിലും ഹയർ ചെയ്യണമെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് DISC എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ പറയാം. ഡിജിറ്റൽ ക്ലാരിറ്റി ഓർ സാവിനെസ്, ഡിജിറ്റലായിട്ടുള്ള നോളജ് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ I, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്.
അതിനെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ആണ്. പണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, ഇപ്പോൾ കമ്മ്യൂണിക്കേഷനേക്കാളും മേളിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേറ്റീവ് ഇൻ്റലിജൻസ് ആണ്. എത്ര എനിക്ക് മറ്റാളുടെ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കാൻ പറ്റുന്നു, എങ്ങനെയാണ് മറ്റാൾ എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം ചിന്തിക്കണം, അങ്ങനെ മനസ്സിലാക്കാനുള്ള ഈസ് കോൾഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഡിജിറ്റൽ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, നെക്സ്റ്റ് ഇസ് കോഗ്നിറ്റീവ് സ്കിൽസ്. അല്ലെങ്കിൽ DIS വെച്ചിട്ട് തുടങ്ങും. എസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇൻ ടേംസ് ഓഫ് സെൽഫ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്നാണ് ഞാൻ പറയുന്നത്, നോട്ട് മാനേജേഴ്സ്. വി ഡോണ്ട് വാണ്ട് സ്റ്റുഡൻസ് ടു തിങ്ക് ലൈക്ക് എ മാനേജർ. നാളെ ഒരു ലീഡർഷിപ്പ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പേഴ്സൺ ഹൂ ഇസ് എ ലീഡർ. അയാളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. ഹി ടേക്സ് ഓണർഷിപ്പ്. പണ്ടത്തെ മാതിരി മാനേജേഴ്സ് വന്ന് പറയില്ല ഇത് ചെയ്യുക അത് ചെയ്യുമെന്ന്. ഇപ്പോഴത്തെ കാലത്ത് വാട്ട് വി എക്സ്പെക്ട് ഫ്രം സ്റ്റുഡൻസ് ബിയോണ്ട് ദിസ് ഡിജിറ്റൽ ഇസ് എങ്ങനെ എനിക്ക് എൻ്റെ ടീമിനെ നോക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് ഓണർഷിപ്പ് എടുക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ആണ് സെൽഫ് ലീഡർഷിപ്പ്. അതാണ് എസ്. ഡിജിറ്റൽ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, സെൽഫ് ലീഡർഷിപ്പ് സ്കിൽസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കോഗ്നേറ്റീവ് സ്കിൽസ് ആണ്. ആലോചിക്കുക, ക്രിട്ടിക്കലായിട്ട് ആലോചിക്കുക. എങ്ങനെയാണ് പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഉടനെ പറയുക ഇത് എൻ്റെ പ്രോബ്ലം അല്ല, ഇത് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലം ആണ് പറഞ്ഞാൽ ഞാൻ ആ കുട്ടികൾ എടുക്കില്ല. ഹൗ പീപ്പിൾ ക്യാൻ തിങ്ക് അബൌട്ട് പ്രോബ്ലം. ബിക്കോസ് വേൾഡ് ഇക്കണോമിക് ഫോറം എന്ന് പറഞ്ഞ വലിയൊരു ഫോറം ഉണ്ട്. അവിടെ എപ്പോഴും പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കിൽസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്, കോഗ്നേറ്റീവ് തിങ്കിങ് ആണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കോഗ്നേറ്റീവ് സ്കിൽസ് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുക, ഡയഗ്നോസ് ചെയ്യുക, അതിനെ മനസ്സിലാക്കിയെടുക്കുക, അതും ഈ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മോർ ദൻ AI ഡിജിറ്റൽ സ്കിൽസ് എന്തായാലും വേണം. ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, എങ്ങനെയാണ് ഞാൻ മറ്റാളുടെ അടുത്ത് സംസാരിക്കുന്നത്, കൊളാബറേറ്റ് ചെയ്യണത്, കാര്യങ്ങൾ ഒരാൾ മാത്രമല്ല ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടേഴ്സിന് നമുക്ക് ആവശ്യമില്ല ഒരു ഓർഗനൈസേഷനിൽ. എങ്ങനെ മറ്റാൾ വഴി കൂടെ കാര്യങ്ങൾ നടത്താം, അത് രണ്ടാമത്താണ്. C is കോഗ്നേറ്റീവ് സ്കിൽസ്, എങ്ങനെയാണ് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സെൽഫ് ലീഡർഷിപ്പ്, എങ്ങനെയാണ് എനിക്ക് ഓർഗനൈസേഷൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. ദീസ് തിങ്സ് ആർ ബിയോണ്ട് AI. അത് സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യണം. അതാണ് വേൾഡ് റിക്വയർ ചെയ്യണം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ സ്റ്റുഡൻസ് ഇസ് വി ഡോണ്ട് ഹയർ സ്റ്റുഡൻസ് ഫോർ പെർഫോമൻസ്, വി ഹയർ സ്റ്റുഡൻസ് ഫോർ സംതിങ് കോൾഡ് പൊട്ടൻഷ്യൽ, ആൻഡ് പൊട്ടൻഷ്യൽ ഇസ് ബിയോണ്ട് AI. നാട്ടുമ്പുറത്ത് സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, കണ്ടറിഞ്ഞ് ചെയ്യുക, കണ്ടറിഞ്ഞ് ചെയ്യുക. സോ ഈ സാറിപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ദേ ഷുഡ് ബി മച്ച് പ്രൊആക്റ്റീവ് rather than reactive. Absolutely, sir. അപ്പോൾ ഓരോ കാര്യങ്ങളെയും ഒരു കാര്യങ്ങൾ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയാറുണ്ട്. ഒരു കാര്യം സംഭവിച്ച് പരിഹരിക്കുന്നതിനേക്കാൾ ഉപരി അത് കൃത്യമായി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അത് മറ്റാരും പറയാതെ തന്നെ അത് വർക്ക് ചെയ്യാം. ഒരു ഇൻഫോർമൽ കൾച്ചറും കൂടെ, ഒരു ഫോർമൽ കൾച്ചറിൽ ഒരു ഇൻഫോർമൽ കൾച്ചർ അവർ കൊണ്ടുവരണം. സാറി പറഞ്ഞ ഇൻ്റർപേഴ്സണൽ സ്കില്ല് കുറച്ച് ഫോർമാലിറ്റി ഒരുപക്ഷെ അതിനൊരു ബാരിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. അപ്പം ആ തരത്തിൽ നിങ്ങളൊരു ഇൻഫോർമൽ കൾച്ചർ ഞാൻ കേട്ടിട്ടുണ്ട്, ഗൂഗിളിലൊക്കെ ആ ഒരു ഇൻഫോർമൽ ഒരു വർക്ക് കൾച്ചർ ഉണ്ട്. പിന്നെ ഒരു വർക്കിംഗ് ടൈം പോലും അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങൾ അവർ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു വർക്ക് കൾച്ചർ ആണോ ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത്, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫോർമലായിട്ടുള്ള ഒരു സെറ്റപ്പ് ആണോ? കാരണം ജെൻസി ഇന്ന് കുറച്ചും കൂടെ ഇൻഫോർമലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സർ. ഇപ്പോഴത്തെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല ലെവലിലാണ്. ബേബി ബൂമേഴ്സ് ആയിട്ടുള്ള എൻ്റെ തൊട്ട് പ്രായമുള്ള തൊട്ട് എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വർക്ക് പ്ലേസ് ഇസ് ഡിസൈൻഡ് ഫോർ ജനറേഷൻസ്. ഈ പറഞ്ഞ മില്ലിനിയൽസിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഈ ജനറേഷൻ സെറ്റിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്തേക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ് ഓഫ് ദ കർവ് ആണ്. അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഞാൻ തമാശയ്ക്ക് ചിലപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് പോലും തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൈഫ് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിലും വയറ്റിലുള്ള കുട്ടികൾക്ക് ഇപ്പോൾ പലതും അറിയാം. ടു ബി ഓൺ എ വെരി സീരിയസ് നോട്ട്, ഇപ്പോൾ വരെ ജനിക്കുന്ന കുട്ടികൾ 2 വർഷം തൊട്ട് 3 വർഷമായി ചെന്നാൽ അവർക്കറിയാം എൻ്റെ മകൾക്ക് എന്നേക്കാളും കൂടുതൽ അറിയാം എന്തൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് മൊബൈൽ ഫോൺസിൽ. അപ്പോൾ അവർ ഭയങ്കര ടെക് സാവിയാണ്. അതായത് അവർക്ക് ഈ ഡിജിറ്റൽ ഏജ് അവർ ജനിച്ചേക്കണ തന്നെ അമ്മയുടെ വയറ്റിൽ വരുമ്പോൾ തന്നെ അവർ ആബ്സല്യൂട്ട്ലി ടെക് മൈഗ്രൻസ് ആണ് അവർ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ആ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവന്നില്ലെങ്കിൽ അവർ നിൽക്കില്ല. ഈ കാലത്ത് വേറെ കാര്യം കൂടി മനസ്സിലാക്കണം, അവർക്കെല്ലാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവർ വിടും. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ സാധനം മാനേജർ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ, കറക്റ്റായിട്ടുള്ള വർക്ക് എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്തില്ലെങ്കിൽ അവർ വിടും. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റ് ഷുഡ് ബി വെരി ഫ്ലൂയിഡ്, വെരി ഫ്ലെക്സിബിൾ ആൻഡ് വെരി മച്ച് അഡോപ്റ്റീവ്.
അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചും കുറേ കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ് ഡസൻറ്റ് മീൻ എല്ലാ കമ്പനികൾക്ക് ഗൂഗിൾമാരെ ആവാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ എക്സ്പെക്ടേഷൻസും മാനേജർ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്ലിനെസ്സും ഓപ്പൺനെസ്സും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് ഗ്രേറ്റ് ഓർഗനൈസേഷൻസ്. ആൻഡ് പീപ്പിൾ ഇൻ ദിസ് ഏജ്, ഇപ്പോഴത്തെ ജനറേഷൻസ് അവർ എക്സ്പെക്ട് ചെയ്യണ ഭയങ്കര കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസിയാണ്. എൻ്റെ ബോസ് എൻ്റെ അടുത്ത് ട്രാൻസ്പെറൻ്റ് ആണ്, ഞാൻ ഈക്വലി ട്രാൻസ്പെറൻ്റ് ആവും. എനിക്ക് ആ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ ദേ ഡോണ്ട് മൈൻഡ് സെയിങ് ദാറ്റ് ഗുഡ് ബൈ. പണ്ടത്തെ നമ്മുടെ കാലത്ത് ഒരു ജോലി പോവുക അല്ലെങ്കിൽ കിട്ടാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പറയും ബോസിൻ്റെ അടുത്ത് ചീത്തയായിട്ട് സംസാരിച്ചു, 5 മണിക്ക് എനിക്ക് ജിമ്മ് പോകാൻ സമ്മതിച്ചില്ല, ഗുഡ് ബൈ പറയും അവർ. അപ്പോൾ the thought process should be also very much adaptive to the generations. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വർക്ക് കൾച്ചർ is going to be difficult to manage. ബിക്കോസ് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആണ് സർ. ഇവർ ജനിച്ച സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, ഇവർ ചിന്തിക്കുന്നത് വളരെ ഹെഡ് ഓഫ് ദ കർവ് ആണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കാലത്ത് ഒരിക്കലും ഞാൻ ഈ 23 ഏജിൽ കല്യാണം കഴിച്ചിട്ട് ഐ ഹാവ് നെവർ തോട്ട് ഈവൻ എൻ്റെ മാരേജിന് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു ഓൺ എ ലൈറ്റർ നോട്ട്. പക്ഷേ വി നെവർ യൂസ് ടു സേ ദാറ്റ് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലാറ്റ് വേണം, പിറ്റേ ദിവസം കാർ വേണം. ഇപ്പോഴത്തെ പിള്ളേർ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ ഇവിടെ എൻ്റെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്തപ്പോൾ ഹയർ ചെയ്ത ഒരു എക്സ് കോളേജിന് ഒരു കുട്ടി വന്നിട്ട് ഇമ്മീഡിയറ്റ്ലി എനിക്കൊരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ചോദിച്ചു, സർ ഞാൻ ലോണിന് പോകണം. ഞാൻ ചോദിച്ചു നീ എന്തിനാ ഈ സമയത്ത് ലോണിന് പോകണം? ഇല്ല സർ, ഞാൻ എൻ്റെ മാരേജ് ഫൈനലൈസ് ആയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ കല്യാണം ഇപ്പോൾ ജോലിക്ക് ചേർന്ന്? അതല്ല സർ, ഞാൻ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തു മാരേജിനെ കുറിച്ചിട്ട്. അപ്പോൾ അവർ ഈവൻ ദേ ആർ തിങ്കിങ് 2-3 years ahead of the curve. അപ്പോൾ ദ ഓർഗനൈസേഷൻ ഷുഡ് ഓൾസോ ബി ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് വിച്ച് ഇസ് ഫോർസൈറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ പഴയ തോട്ട് വെച്ചിട്ട് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ആ നിലക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, എസ്പെഷ്യലി സാങ്കേതിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വി ആർ ഹാവിങ് അറൗണ്ട് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്രോസ് 100 പ്രോഗ്രാംസ് വി ആർ ഓഫറിങ്. അപ്പം തീർച്ചയായും സ്റ്റുഡൻസിന് ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ കൾച്ചറാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. തീർച്ചയായും 4 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ കോഴ്സിന് ശേഷം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞ് അവരുടെ കോഴ്സിന് ശേഷം അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ഏത് കരിയറാണോ ആ കരിയർ നന്നായി കൊണ്ടുപോകാനാണ്. പക്ഷേ അതുകൊണ്ടായില്ല. നൗ വി ആർ മോർ ഫോക്കസിങ് ഓൺ ഹൗ വാട്ട് ടൈപ്പ് ഓഫ് പൊസിഷൻ ദേ ഷുഡ് അച്ചീവ് ഈവൻ ആഫ്റ്റർ 5 or 10 years. ഇപ്പോൾ സാറ് ഒരുപക്ഷെ കരിയറിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ളതല്ല, നൗ യു ആർ ഹെഡിങ് ദാറ്റ് HR ഡിപ്പാർട്ട്മെൻറ്റ്, റൈറ്റ്? അപ്പോൾ അതേ രൂപത്തിൽ സ്റ്റുഡൻസിന് ഈ ഞങ്ങളെ മുമ്പിൽ ആ സ്റ്റുഡൻസ് ഉണ്ടാവുന്നത് 3, 4, 5 വർഷമാണ്. ഈ 5 വർഷം കൊണ്ട് അവരുടെ ഇനിയുള്ള കാലഘട്ടത്തിലുള്ള ഒരു 25 വർഷം എങ്ങനെ പോകണം എന്ന് പ്ലാൻ ചെയ്യാൻ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് എങ്ങനെ ആ കരിക്കുലം ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് സാറിൻ്റെ ഒരു അഡ്വൈസ്. ഞാൻ ഒരിക്കലും എത്ര ടഫ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാൻ സ്റ്റുഡൻസിന് എങ്ങനത്തെ ടഫ് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, സാറിൻ്റെ ഭയങ്കര ടഫ് ക്വസ്റ്റ്യനിലിട്ടൊക്കെയാണ്. ഒരു പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്, ഇപ്പോൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ പറഞ്ഞല്ലോ, അതിലൊരു പ്രോഗ്രാം ഔട്ട്കം ഞങ്ങൾ ഡിസൈൻ ചെയ്യും. അതേപോലെ പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇത് രണ്ടും എന്ന് വെച്ചാൽ പ്രോഗ്രാം ഔട്ട്കമ്മിൽ ആ കോഴ്സ് കരിക്കുലം കഴിഞ്ഞതിന് ശേഷം ആ 4 വർഷത്തിന് ശേഷം അവർക്ക് എന്ത് സ്കിൽ ഉണ്ടാവണം, എന്ത് ടാലൻറ്റ് ഉണ്ടാവണം. പക്ഷേ പ്രോഗ്രാം എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് 4-5 വർഷത്തിന് ശേഷം അവരെന്തായിരിക്കണം. അപ്പം നമുക്കറിയാം സുന്ദർ പിച്ചെ ഇപ്പോൾ ഗൂഗിളിൻ്റെ CEO ആണ്, പക്ഷെ അദ്ദേഹം ആദ്യം തന്നെ അതിൻ്റെ ഒരു എഞ്ചിനീയർ ആയിരിക്കാം. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ടെക്നിക്കൽ സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇങ്ങനെ മറ്റ് പല അട്രിബ്യൂട്ട്സ് ഇപ്പോൾ സാറ് പറഞ്ഞു അവർക്കുണ്ടായിരിക്കേണ്ട സ്കില്ല്. അതോടൊപ്പം ഒരു കാര്യമുള്ളത് ഈ എംപതി എന്നുള്ള ഫാക്ടർ. ഓക്കെ, ഐ തിങ്ക് നൗ ദ ജെൻസീസ് ആർ മോർ എംപതറ്റിക് ദാൻ അസ്. നമുക്ക് ഒരുപക്ഷെ സിമ്പതി കുറച്ച് കൂടിയ ആളുകളായിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ സിമ്പതി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ഫേമസ് റൈറ്റർ MT വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. സഹതാപം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വന്ന ആ ദുരന്തം എനിക്ക് വന്നില്ലല്ലോ എന്ന നമ്മളുടെ ഒരു അന്തരംഗത്തിൻ്റെ സന്തോഷമാണ് സഹതാപം എന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. സഹതാപമല്ല, നമുക്ക് വേണ്ടത് എംപതിയാണ്. എന്താണ് സർ ഒരു എംപതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിന് ഇൻഡസ്ട്രിയിലുള്ള വാല്യൂ? സർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എനിക്കെപ്പോഴും മറ്റാളെ വെച്ചിട്ട് സിമ്പത്തൈസ് ചെയ്യാൻ പറ്റും. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി മാത്രമല്ല, ഞാൻ പറ്റുകയാണെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്യും. ഞാനൊരു ഗഫൂർ സാറിൻ്റെ അടുത്തൊരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വേൾഡിൽ ഇപ്പോൾ എംപതി അല്ല അത്യാവശ്യം, കമ്പാഷനാണ്. ലെറ്റ് മീ ജസ്റ്റ് ടേക്ക് യു ത്രൂ എൻ എക്സാമ്പിൾ. സാറിന് കാലിൽ വേനയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐ ക്യാൻ സിമ്പതൈസ്. ഓ, സാറിന് കാലിൽ വേനയുണ്ട്. എംപതി എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് ചോദിക്കും, സർ എല്ലാം ഓക്കെ അല്ലേ, മരുന്ന് കഴിച്ചോ? മുമ്പത്തെ സിമ്പതിയിൽ അയാൾ ചെയ്തിട്ട് ഓക്കെ സാറിന് കാലിൽ വേനുണ്ട്,
നെക്സ്റ്റ് ലെവൽ ഐ എം ആസ്കിങ് യു. എംപത്തിയിൽ ഞാൻ സാറിനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, സാർ മരുന്ന് വല്ലതും കഴിച്ചോ, ഡോക്ടറെ കണ്ടോ? അത് ഇത്ര നാൾ നന്നായിരുന്നു. പക്ഷേ നൗ വേൾഡ് നീഡ്സ് കമ്പാഷനേറ്റ് ലീഡേഴ്സ്. Compassionate leaders who go and move the leader or the needle to the next level. നെക്സ്റ്റ് ലെവലിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഗഫൂർ സർ, ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഞാൻ ഈ മെഡിസിൻസ് ആയിട്ട് വരുന്നുണ്ട്, ഞാൻ സാർ അത് കഴിച്ചാൽ മതി, ശരിയാവും. ഗഫൂർ സർ, നമുക്ക് ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാം, ഗഫൂർ സർ, എൻ്റെ ഫ്രണ്ട് ഡോക്ടറാണ്, ഞാൻ അവനെയും കൂട്ടിയിട്ട് സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എംപതി ഇൻ ആക്ഷൻ ഇസ് കമ്പാഷൻ ആൻഡ് വേൾഡ് നീഡ്സ് കമ്പാഷനേറ്റ് ലീഡർഷിപ്പ്. നോ മോർ എംപത്തറ്റിക് ലീഡർഷിപ്പ്. എംപതിയിൽ എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് സാറിന് വിഷമം കഴിഞ്ഞിട്ട് ഫോൺ വയ്ക്കാം, അടുത്ത ദിവസം ഫോൺ ചെയ്യാം. പക്ഷേ കമ്പാഷനേറ്റ് ലീഡേഴ്സ് അടുത്ത ലെവലിലേക്ക് പോയിട്ടാണ് അവർ ശരിക്കും മറ്റാളുടെ ദുഃഖം മനസ്സിലാക്കിയിട്ടോ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ട് ദേ മേക്ക് തിങ്സ് ഹാപ്പൻ. അല്ലെങ്കിൽ അവർ ആക്ഷനായിട്ട് വർക്ക് ചെയ്യും. അതാണ് വേൾഡിന് ആവശ്യം. അല്ലാതെ എപ്പോഴും സിമ്പതിയും എംപതിയും വെച്ചിട്ട് മറ്റവരുടെ പ്രോബ്ലംസ് കേട്ടു കണ്ണടച്ച് കളഞ്ഞു എന്നല്ല. ഹൗ ഐ ക്യാൻ സോൾവ് സമൺ പ്രോബ്ലം, ദാറ്റ് ഈസ് വെയർ വേൾഡ് നീഡ്സ് കമ്പാഷനേറ്റ് ലീഡർഷിപ്പ്. അപ്പോൾ പണ്ട് സിമ്പതി ആയിരുന്നു, പിന്നെ എംപതി വന്നു, ഇപ്പോൾ എംപതി കൂടിയല്ല, കമ്പാഷനാണ് വേണ്ടത്. എംപതി ഇൻ ആക്ഷൻ ഇസ് വാട്ട് വേൾഡ് നീഡ്സ്. അങ്ങനത്തെ ആൾക്കാർക്ക് എഞ്ചിനീയേഴ്സും ആവാൻ പറ്റുള്ളൂ. ആൻഡ് എഞ്ചിനീയേഴ്സ് ഓൾവേസ് തിങ്ക് ഇൻ എ കമ്പാഷനേറ്റ് മാനർ. ബിക്കോസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾക്ക് പ്രോബ്ലം ഉണ്ട്, അവർ ആ സൊല്യൂഷൻ വെച്ചിട്ട് എങ്ങനെ അത് മാറ്റാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വാട്ട് ഓൾ മൈ എഞ്ചിനീയറിംഗ് ലീഡേഴ്സ് ഹു ആർ ലിസ്ണിംഗ് ടു ദിസ് പോഡ്കാസ്റ്റ് ഷുഡ് ബിക്കം കമ്പാഷനേറ്റ് ലീഡേഴ്സ്. എല്ലാവരെയും പ്രോബ്ലം കേൾക്കാം, പക്ഷേ എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്ത് സൊല്യൂഷൻ ആക്കാം, ദാറ്റ്സ് വെയർ റിയൽ എഞ്ചിനീയറിംഗ് മൈൻഡ് ലൈസ്. താങ്ക് യു സർ. കുറച്ച് സമയം നമ്മളോട് സ്പെൻഡ് ചെയ്തതിനും വളരെ വാല്യുബിളായിട്ടുള്ള ഇന്നത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ എന്താണ് ഒരു വിദ്യാർത്ഥി കമ്മ്യൂണിറ്റി ഇന്ന് അച്ചീവ് ചെയ്യേണ്ട ഗുണങ്ങളൊന്നും, എങ്ങനെയാണ് അവർക്ക് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുക എന്ന് മാത്രമല്ല, അവിടെ നിന്ന് എങ്ങനെ അടുത്ത പടി വളരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് എല്ലാ എനിക്ക് തോന്നുന്നു ലീഡേഴ്സിനും മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും ഈ കമ്പാഷനാണ്. അതിൻ്റെ ദുരിതങ്ങളാണ്. ദാഹിക്കുന്നവന് വെള്ളം പോലെയാണ് ഇന്ന് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് കമ്പാഷനേറ്റ് ആകുക എന്നുള്ള ഒരു കമ്പാഷൻ അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടത്തിലാണ്. ലെറ്റ് us have the leaders എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ള സർ, വേൾഡ് ഇസ് നോട്ട് AI ഫുൾ. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. ആദ്യം ഇന്ന് ഞാൻ ഷബീർ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ വന്നത് ഇവിടെ. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പുള്ളീൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദെൻ എനിക്ക് ഐ കുഡ് ഹാവ് ജസ്റ്റ് സാറ്റ് ദെയർ, ബാക്കിൽ ഇരുന്നിട്ട് എനിക്ക് എന്തായിരുന്നു ഈ മൊബൈലിൽ ഇങ്ങനെ കുത്തി തിരിക്കായിരുന്നു. പക്ഷേ ഒരാളുടെ കൂടെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് കുറേ കാര്യം ഇന്ന് അറിവ് കിട്ടിയത്. എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് ഓൾ എഞ്ചിനീയറിംഗ് കേൾക്കണ ഓൾ ലീഡേഴ്സ് അല്ലെങ്കിൽ ഓൾ ഗ്രേറ്റ് മൈൻഡ്സിൻ്റെ അടുത്ത് പറയുന്നത്, വേൾഡ് ഇസ് ബിയോണ്ട് ദിസ് മൊബൈൽ ഫോൺ. എവിടെയെങ്കിലും നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഈ മൊബൈൽ ഫോണിനൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റാളിനെ വഴി കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുകയാണെങ്കിലുണ്ടോ നമുക്ക് വേൾഡിൽ കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ബിക്കം റിച്ചർ ദാൻ വാട്ട് യു ക്യാൻ തിങ്ക് ഓഫ്. കുറച്ച് സമയം ഈ മൊബൈൽ മാറ്റി വെച്ചിട്ട് മറ്റാൾ എന്താ സംസാരിക്കും. ഇന്ന് എനിക്ക് കിട്ടിയ അറിവ് പറയാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഷബീർ എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ കൂടെ പോയിട്ട് ചായ കുടിച്ച സമയത്ത് എന്തൊക്കെ കുറേ കാര്യം പുള്ളി എനിക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം ഞാൻ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ വൈഫും കുട്ടിയായിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്ന കോഴിക്കോട്. ആ ഒരു ലവ് ആൻഡ് കെയർ ക്യാൻ നെവർ ബി ഗിവൺ ബൈ AI. എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് ടു കേൾക്കണ ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ഈസ് ബിയോണ്ട് ദിസ് AI ആൻഡ് സ്റ്റുപ്പിഡ് തിങ് കോൾ മൊബൈൽ ഫോൺസ്. കുറച്ച് സമയം മറ്റേ ആൾക്കാരുടെ അടുത്ത് പോയി ഇരുന്ന് നമുക്ക് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, അവർ പെട്ടിക്കടയിൽ പോയി രാവിലെ പോയി ഇരുന്ന് ചായ കുടിക്കും, കോളേജിൻ്റെ ചുറ്റും ആൾക്കാരെ കേൾക്കും. അതാണ് എൻ്റെ ലേണിംഗ് ഉണ്ടായിരുന്നത്. നമുക്ക് വിചാരം എല്ലാം ഈ മൊബൈൽ ഫോൺസിലാണ്. വേൾഡ് ഇസ് ബിയോണ്ട് മൊബൈൽ ഫോൺസ്. അതൊരു ലാസ്റ്റ് കാര്യം പറഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ അത് നിർത്താം. പക്ഷേ ഐ വോണ്ട് ഓൾ മൈ ലീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ലൈഫ് ഇസ് ബിയോണ്ട് മൊബൈൽ ഫോൺസ്. കുറച്ച് സമയം നമുക്ക് മറ്റേ ആൾക്കാരെ കൂടെ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ, മറ്റേ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, മറ്റേ ആൾക്കാരെ ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ, വി ക്യാൻ ബിക്കം ഗ്രേറ്റ് ലീഡേഴ്സ്. ആൻഡ് വേൾഡ് നീഡ്സ് ഗ്രേറ്റ് ലീഡേഴ്സ്, നോട്ട് ഗുഡ് AI ലീഡേഴ്സ്, ഗ്രേറ്റ് ഹ്യൂമൻ ലീഡേഴ്സ്. അത് വളരെ ചിന്താർഹമായ ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം യൂണിവേഴ്സിറ്റി ആണോ അധ്യാപകരാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ അധ്യാപകരാണ് ആദ്യം ഉണ്ടായത്. യൂണിവേഴ്സിറ്റി അധ്യാപകരുണ്ടാക്കിയതാണ്. അഥവാ പ്രകൃതിയിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും പഠിച്ചിട്ടാണ് ആദ്യമായി അധ്യാപകർ ഉണ്ടായത്. അതിനുശേഷമാണ് നമ്മുടെ ഫോമൽ യൂണിവേഴ്സിറ്റി പോലും ഫോമൽ എഡ്യൂക്കേഷൻ പോലും ഉണ്ടായത്. താങ്ക് യു സർ. വളരെ ചിന്താർഹമായ കുറേ സെഷൻ ഞങ്ങൾക്ക് തന്നു. താങ്ക് യു.